അപ്പു എവിടെയുള്ളത്? ഞാനവിടെ ഉണ്ട്, സ്റ്റുഡിയോയിലുണ്ട്. ആ കടയിലോട്ടൊന്നും കാണാറില്ലല്ലോ. ഞാൻ എത്ര തവണ ഇങ്ങനെ വിളിച്ചായിരുന്നു, എടുത്തില്ലല്ലോ. ഞാൻ എന്റെ മിസ് കോളൊക്കെ കാണാറുണ്ട് കേട്ടോ. കടയിൽ തിരക്കായത് കൊണ്ട് അതൊന്നും സമയം കിട്ടാറില്ലടോ. എന്നാ ഇപ്പൊ വിളിച്ചതിന്റെ കാര്യം തന്നെ? വിഷു ഒക്കെയല്ലേ വരുന്നത്, കടയിലോട്ട് ഒരു പോസ്റ്ററും കാര്യമൊക്കെ വേണം. കട എല്ലാവരും കാണട്ടടോ. കിട്ടുന്ന പോസ്റ്റർ കഴിച്ചു കൊണ്ടാ. ഓൾറെഡി ഒക്കെ എനിക്ക് 2 മെനു കാർഡിന്റെ ഒരു ലാമിനേഷനെ പൈസ തരാണ് ഇല്ലേ? എടാ അതൊക്കെ തരാന്നേ. നീ ആ കിട്ടുന്ന പോസ്റ്റർ കഴിച്ചു കൊണ്ടാ തരാളൊക്കെ കാശൊക്കെ തരാ. അതിന് നീ ടെൻഷൻ അടിക്കണ്ട. അതിന്റെ പൈസ തരാതെ വേറെ വർക്കൊന്നും ചെയ്യത്തില്ല. എന്താടാ അപ്പു ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിൽ അങ്ങനെയാണോ? ഞാൻ ചെയ്യത്തില്ല, ആ പൈസ തരാതെ ഞാൻ ചെയ്യത്തില്ല. എടാ പറ്റുകളൊന്നും അയച്ചു കൊണ്ടടാ. അതിന്റെ പൈസ തരാതെ വേറെ വർക്കൊന്നും ചെയ്യത്തില്ല. ഹലോ രഞ്ജീവേ, എവിടെയാടാ ഉള്ളത്? കടയൊക്കൊന്നും കാണാറില്ലല്ലോ. പോ ഓരോ ഡിസൈനും പരിപാടിയൊക്കെ തിരക്കല്ലേക്കാ. അല്ല ഡിസൈനിന്റെ വർക്കുകൾ ഇപ്പൊ ഉണ്ടോ? പിന്നെ ഡിസൈൻ്റെ പരിപാടി തന്നെ. ആ നമുക്ക് വിഷു ഒക്കെ വരാൻ പോവല്ലേ, നമുക്കൊരു കിടിലം പോസ്റ്റർ ഒക്കെ അയച്ചു തരണം കേട്ടോ. പിന്നെ അതിനെന്തൊക്കെ മന്തിയുടെ ഫോട്ടോ വെച്ച് നമുക്ക് നല്ലൊരു കിടിലം പോസ്റ്റർ ഒക്കെ അയച്ചു തരണം. ഒക്കെ വാട്സപ്പ് ചെയ്തോ ഡീറ്റെയിൽസ്. ആ ഓക്കെ ഓക്കെ താങ്ക്സ്. ഓക്കെ ഓക്കെ എന്നാ ഓക്കേക്കാ അയച്ചു. അയക്കേക്ക് ഒരു സാധനം ചെയ്ത് കൊടുക്കണ്ടേ? എനിക്ക് പോയിട്ട് ചെയ്തിട്ട് വരാം. ഞാൻ വീട്ടിൽ പോണെന്ന് പറഞ്ഞല്ലേ. വീട്ടിൽ പോടാ, ഇതൊരു 5 മിനിറ്റ് ഉള്ളൂ. ഇപ്പൊ തന്നെ ചെയ്തിട്ട് വരാം. ഡിസൈനിങ് ആണെന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ പോയിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. ഞാൻ എനിക്ക് വാക്ക് കൊടുത്തത്. അപ്പൊ ഇന്നലെ എന്നോട് വാക്ക് പറഞ്ഞല്ലേ പോവാൻ പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ പോണം. അവിടുന്ന് പോകാൻ പറ്റത്തില്ല. ഹലോ അപ്പൊ ചേട്ടാ. ആ രഞ്ജീവേ പറഞ്ഞ തിരക്കാണോ? തിരക്കിലാണല്ലോ ചേട്ടാ അത്യാവശ്യമായിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാണ്ട്. പോസ്റ്ററാ? ഞാനാണ് സ്ഥലത്തില്ല ചേട്ടാ. അങ്ങനെ പറയല്ലേ, എന്റെ വൈഫിനോട് എനിക്കൊന്ന് വീട്ടിൽ പോകണം അത്യാവശ്യമായിട്ട്. ഒന്നും ചെയ്തു തരാൻ പറ്റുമോ? നീ വാട്സപ്പിൽ അയച്ചോ, ഞാൻ സമയം കിട്ടുമ്പോൾ ചെയ്തിട്ട് അയക്കാം. ആയിക്കോട്ടെ, ഞാൻ അപ്പൊ തന്നെ വാട്സപ്പ് ചെയ്തേക്കാം. ഓക്കെ. ഓഹോ, ഒക്കെ പൈസ തരാതെ പറ്റിക്കാനുള്ള പരിപാടിയല്ലേ. ശരിയാക്കി തരാം. ചിക്കൻ മന്തി കഴിക്കുന്ന ശ്രീകൃഷ്ണനെ ചിത്രീകരിച്ച് വിഷു ആശംസ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് റെസ്റ്റോറന്റ് ഉടമ അറസ്റ്റിലായി.